ഹായ് നമസ്കാരം. തണലോര മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് പാരിപ്പള്ളിയിലെ കിഴക്കേ വിള സുധ ചേച്ചിയുടെയും ബിന്ദു ചേച്ചിയുടെയും വീട്ടിലാണ് ഞാനിന്ന് നിൽക്കുന്നത്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന സുധ ചേച്ചിയുടെയും വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് സുധ ചേച്ചിയുടെ വീട്ടിൻ്റെ അകം കേട്ടോ. നമുക്ക് വീട്ടിൻ്റെ അകത്തോട്ടൊന്ന് കയറി നോക്കാം. സുഖമില്ലാത്തൊരു മോളും കൂടിയാണ് കേട്ടോ. 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് മോൾക്ക് സുഖമില്ലാതായത്. അവര് അടുക്കളയാണ് കേട്ടോ. ആഹാരം കഴിച്ചിട്ട് തന്നെ അവർ ഒരാഴ്ചയിൽ കൂടുതലായി. ഭക്ഷണത്തിന് ഒരു നിവൃത്തിയില്ല. ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അവർക്ക് ആഹാരത്തിന് ഒരു നിവൃത്തിയില്ല, ഭക്ഷണ സാധനങ്ങൾ മേടിക്കാൻ പോലും കാശില്ലെന്നാണ് അവർ പറയുന്നത്. വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് അവർ. റേഷനരി വാങ്ങിച്ചാണ് അവർ ജീവിക്കുന്നത്. അത് തീർന്നു പോയി. അതുകൊണ്ട് അവർക്ക് ആഹാരം കഴിക്കാൻ ഒരു നിവൃത്തിയില്ലെന്നാണ് അവർ പറയുന്നത്. ഇതാണ് അവരെ അകത്തുള്ള റൂം. അപ്പൊ നമുക്ക് ചേച്ചിയുടെ ഒന്ന് ചോദിക്കാം. ചേച്ചിയുടെ പേരെന്താണ്? എന്റെ പേര് സുജ. അത് മകളാണോ? മകളാണ്. മകൾക്ക് എന്താണ് അസുഖം? മാനസികമായ അസുഖമാണ്. അത് ജന്മന ഉള്ളതാണോ? ഇപ്പം എങ്ങനെയാണ്? അത് പഠിച്ചോണ്ടിരുന്നപ്പോ ഉണ്ടായതാ. എന്ത്? പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഉണ്ടായതാ. എത്രാമത്തെ വയസ്സ് തൊട്ടാണ്? 10ൽ പഠിച്ചോണ്ടിരുന്നപ്പോഴായിരുന്നു. ഇല്ല, അത് നിങ്ങൾ ഹോസ്പിറ്റലിലൊന്നും കൊണ്ട് കാണിച്ചിട്ടില്ലായിരുന്നു? കാണിച്ച് ഗുളിക കഴിച്ചോണ്ടിരിക്കുകയാണ്. ഗുളിക കഴിച്ചിട്ട് അത് ഒരു മാറ്റമൊന്നും അങ്ങനെ ഉണ്ടാവുന്നില്ല അല്ലേ? ഇല്ല. ഡോക്ടർമാരൊക്കെ എന്താണ് പറയുന്നത്? ഇത് മാറത്തില്ലെന്നാണ് പറയുന്നത്. ആ ഡോക്ടർമാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയാ നിങ്ങൾക്ക് ആഹാരത്തിനൊക്കെ എങ്ങനെയാണ്? ആഹാരത്തിനെല്ലാം ബുദ്ധിമുട്ടാണ്. ഇപ്പം ആഹാരം ഒന്നും കഴിക്കുന്നില്ലല്ലേ? ബുദ്ധിമുട്ടാണ്. ഭക്ഷണ സാധനങ്ങളൊന്നും ഇല്ല. അപ്പൊ നിങ്ങള് ഒരു നേരം അങ്ങനെ ആഹാരം കഴിക്കുന്നില്ല? അപ്പുറം ഇപ്പുറം ഉള്ളവര് ഒരു നേരം ആഹാരം തരും. അങ്ങനെയാണ് ജീവിച്ചു പോകുന്നത്. അപ്പൊ മരുന്നിനൊക്കെ എങ്ങനെയാണ്? സഹായം ഉണ്ടോ ആരെങ്കിലും? സഹായം ചിറ്റകുളരെ സഹായിക്കും. പിന്നെ അവർക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് മരുന്നെല്ലാം വാങ്ങിക്കുന്നുണ്ട്. അതുകൊണ്ട് ജീവിച്ചു പോകാൻ പറ്റുമോ? അതുകൊണ്ട് ജീവിച്ചു പോകാൻ പറ്റത്തില്ല. വാർഡ് മെമ്പറൊക്കെ എന്തെങ്കിലും സഹായം ഉണ്ടോ? അവരൊന്നും സഹായിക്കത്തില്ല. വീട് ഒരുപാട് വർഷം ആയ പോലെ തോന്നുന്നല്ലോ കണ്ടിട്ട്. 10-50 വർഷമായെന്നാണ് പറയുന്നത്. അത് എന്ന് വേണമെങ്കിലും ഇടിഞ്ഞു വീഴുമല്ലോ താഴോട്ട്. വീട് മഴ പെയ്താൽ ഭയങ്കര ചോർച്ചയാണ്. ഒന്നിനും അടവില്ല, ഒന്നിനും പൂട്ടില്ല. ഞാൻ ഈ പെൺകൊച്ചും ഒറ്റയ്ക്കാണ് ഇവിടെ കിടക്കുന്നത്. കഞ്ഞി കഴിക്കാൻ പാകമില്ല, ഒരു സാധനം ഇല്ല. എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടാണ്. ആഹാരത്തിന് ഒരു നിവൃത്തിയില്ല അല്ലേ? ഒരു നിവൃത്തിയില്ല. ഈ മഴ പെയ്ത ഈ വീട് മൊത്തം അങ്ങ് ചോന്ന, എല്ലാ സ്ഥലവും വെള്ളമാണ്. വെള്ളത്തിലാണ് ഞാൻ ഈ കുട്ടി പൂട്ടില്ലാതെ ആ റൂമിനകത്ത് കിടക്കുന്നത്. വാതിലിന് പൂട്ടില്ല. രാത്രിയൊക്കെ ആകുമ്പോ എങ്ങനെയാണ്? മോള് ഇറങ്ങി പോകുന്നുണ്ടോ? എന്റെ അടുത്ത് കിടക്കുന്നോണ്ട് ഞാൻ ചോദിച്ചു വെച്ചോണ്ട് കിടക്കും. അല്ലെങ്കിൽ ഞാൻ ഇവിടെ 10 ദിവസം 5-6 ദിവസം ഇല്ലെങ്കിൽ അവൾ അങ്ങ് ഇറങ്ങി ഇവിടെ എങ്ങനെ പോകും. അപ്പുറത്തൊരാണ് നോക്കുന്നത്. വേറെ ആരും അങ്ങനെ സഹായത്തിന് ആരും ഒരു മനുഷ്യരും സഹായത്തിനില്ല. പേടിക്കണ്ട കേട്ടാ. ചേച്ചിക്ക് സുഖമില്ല ഇല്ലാതാണോ? എനിക്ക് സുഖമില്ല. എനിക്ക് ഒരു ജോലിക്ക് ഒരു ഇറങ്ങി പോകാൻ വയ്യാത്ത ഒരു അവസ്ഥയാണ്. എന്റെ കൈ വയ്യ. എനിക്ക് മോളെ തനിച്ചാക്കിട്ട് ഒരിടം പോകാനും പറ്റൂല. ഒരു വാദത്തിന്റെ അസുഖമുണ്ട്. കിഡ്നിക്ക് ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. എല്ലാം കൂടെ കൊണ്ട് എനിക്ക് ഒരു ജോലിക്ക് പോകാൻ വയ്യാത്ത അവസ്ഥയാണ്. എല്ലാം കൊണ്ട് ബുദ്ധിമുട്ടാണ്. ദയവ് ചെയ്ത് എന്നെ എന്റെ കുട്ടീനെ ഒന്ന് സഹായിച്ചെങ്കിൽ പുണ്യം കിട്ടും. മരുന്നിനൊന്നും ഒരു നിവൃത്തിയില്ല. പേടിക്കണ്ട കേട്ടാ. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സഹായിക്കാതിരിക്കൂല. നിങ്ങളെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ആരെ സഹായിക്കാനാ? സഹായിക്കും, ആരെങ്കിലും സഹായിക്കും. സഹായിച്ച പുണ്യം കിട്ടും. ഈ റൂമിലാണ് അവർ ബെഡ്റൂമിലാണ് അവര് യൂറിൻ ഒഴിക്കുന്നത്, മലവിസർജനം എല്ലാം നടക്കുന്നത്. വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് അവരെ ജീവിതം. ഒന്ന് കണ്ടു നോക്കണം.
ഇതാണ് ഇവരെ വീട്ടിന്റെ അവസ്ഥ. നോക്കി, 50 വർഷത്തിന് മേലെ ആയിട്ടുണ്ട്. ഇത് എന്ത് വേണമെങ്കിലും ഇത് ഇടിഞ്ഞ് താഴോട്ട് വീഴാം. ആ ഒരു ഗതിയിലാണ് വീട് ഇപ്പം ഇരിക്കുന്നത്. അവരുടെ അവസ്ഥ വളരെ ദയനീയമാണ് കേട്ടോ. ആ ചേച്ചിയുടെ മകളാണെങ്കിൽ സുഖമില്ലാതെയാണ് ഇവിടെ കിടക്കുന്നത്. ആ റൂമിലാണ് മലവിസർജനവും യൂറിൻ പാസ് ചെയ്യുന്നത്. വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് കേട്ടോ. ആ റൂമിലാണെങ്കിൽ കയറാൻ പറ്റില്ല, അത്രയ്ക്ക് സ്മെല്ലാണ്. അപ്പോൾ ആ ചേച്ചിക്ക് സുഖമില്ല കേട്ടോ. വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് അവർ. അപ്പം ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ഈ കുടുംബത്തെ ഒന്ന് സഹായിക്കണം. വല്ലാത്തൊരു ഗതികേടിലാണ്. അവർ ആഹാരത്തിന് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. ചോറും ഉപ്പും വെച്ചൊക്കെയാണ് അവർ ചോറ് കഴിക്കുന്നത്. അതിന് ആഹാര സാധനങ്ങൾ മേടിക്കാനോ അവരുടെ കയ്യിൽ ഒന്നുമില്ല. മരുന്ന് മേടിക്കാനോ ഒന്നുമില്ല. അവരെ ഒന്ന് പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് സഹായിക്കണം. ഞാൻ എൻ്റെ ചെറിയ രീതിയിൽ എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ രീതിയിൽ ഒരു ഹെൽപ്പ് ഞാനും ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഞാനൊരു അനാഥനാണ്. എനിക്ക് ആരുമില്ല, അച്ഛനും അമ്മയും ആരും അങ്ങനെ ഇല്ല. അപ്പൊ ഇതുപോലുള്ള ആരെയും കണ്ടു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ആവണ രീതിയിൽ ഒരു നേരത്തെ ആഹാരത്തിനുള്ളത് എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അല്ലാതെ എന്നെ കൊണ്ട് വേറെ വരുമാനം അങ്ങനെ ഒന്നുമില്ല. ഞാൻ സുഖമില്ലാത്ത ഒരാളാണ്. എനിക്കൊരു 6-7 സർജറിയോളം കഴിഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ ഇനിയും എൻ്റെ മരണം വരെ ചെയ്യും. പിന്നെ എൻ്റെ മരണത്തിന് മുൻപേ എൻ്റെ അവയവങ്ങൾ വരെ ഞാൻ ദാനം ചെയ്യാൻ വേണ്ടി ഞാൻ റെഡിയായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ എല്ലാവരും കൂടി സഹകരിച്ച ഈ കുടുംബത്തെയും ഇതേപോലുള്ള അനേകം കുടുംബങ്ങളെയും നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിനുള്ള ഒരു വഴി അവർക്ക് കണ്ടെത്തി കൊടുക്കാനും ആ ചേച്ചിയുടെ അസുഖം ഒന്ന് മാറ്റി കൊടുക്കാനും എല്ലാവരും കൂടി ഒന്ന് സഹായിക്കണം. കഷ്ടം തോന്നുന്നു. സഹായിക്കുക കേട്ടാ, എല്ലാവരും ഒന്ന് സഹായിക്കുക. ഈ കുടുംബത്തെ ഒന്ന് സഹായിക്കുക. പിന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇതിൽ നിന്നും കിട്ടുന്ന എന്തെങ്കിലും ഒരു ചെറിയ വരുമാനം എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അത് 1 രൂപ പോലും ഞാൻ എടുക്കാതെ ഇതുപോലെയുള്ള അമ്മമാരോ അച്ഛന്മാരോ ആർക്കായാലും ഞാൻ സഹായം ചെയ്യും. അതെൻ്റെ ഒരു പൂർണ്ണ മനസ്സോടെ ഞാൻ പറയുന്നതാണ്. അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് ഇനി വീഡിയോയുമായി വരാൻ പറ്റും. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം, ബെൽ ബട്ടണിലും കൂടി ക്ലിക്ക് ചെയ്യണം.